ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറച്ചിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്, നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കൊക്കെ ഒരു കറങ്ങിത്തിരിഞ്ഞ നമ്മുടെ സമാധാനിപ്പിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാനിപ്പോൾ കസ്റ്റമറിനെ ഒരു 2 പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ തന്ന ഇൻഫർമേഷൻ ഇങ്ങനെയായിരുന്നു. എം ഡി ആയിട്ട് സംസാരിച്ചു. ഞാൻ വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, അതായത് ഒരു 20 മിനിറ്റ് ആയിട്ടുള്ള എം ഡി ആയിട്ട് സംസാരിച്ചിട്ട് കസ്റ്റമർ കെയർ പറഞ്ഞതാണ് എം ഡി ആയിട്ട് സംസാരിച്ചുള്ളൂ. എന്തായാലും നാളെ 3 മണിന്റെ ഉള്ളിൽ എല്ലാവർക്കും പേ ഔട്ട് വരുന്നതായിരിക്കും എന്നാണ് എം ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇതേമാതിരി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം അത് പുതിയ വല്ല ആൾക്കാരായിരിക്കും, അവർക്ക് അറിയാതെ പറഞ്ഞിട്ടുണ്ടാവും. സർക്കുലർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനി തന്നിരിക്കും. എനിക്കും കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോ അതെന്തായാലും നാളെ പറഞ്ഞ വാക്കാണ്, നമ്മൾക്ക് പേ ഔട്ട് കിട്ടിയിരിക്കും എന്നാണ് നമ്മളുടെ കസ്റ്റമർ കെയറിന് കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ. അപ്പോൾ കമ്പനി സർക്കുലർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പണം കിട്ടിയിരിക്കും എന്നാണ് എം ഡി സാർ പറഞ്ഞത് എന്നാണ് ഈ ലീഡർ പറയുന്നത്. അല്ലെങ്കിൽ കമ്പനി വേറൊരു സർക്കുലർ ഇറക്കിയിരിക്കും, അല്ലേ? സർക്കുലർ ഇറക്കാതെ കമ്പനി എവിടെയും മുങ്ങാൻ പോകുന്നില്ല എന്നതാണ് കാര്യം. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങൾക്കൊക്കെ പേ ഔട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് കുറച്ച് റിയാലിറ്റിയിലേക്ക് വരിക. നിങ്ങൾക്ക് ആർക്കും തന്നെ നാളെ പേ ഔട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാലോ, ആ ഒരു ഒന്നാമത്തെ ജയിച്ച കേസിൽ, ഭയങ്കര വെടിപൊട്ടിച്ച കേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ചിലവിനുള്ള കാശ് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ നമ്മുടെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ ചെയ്യാനോ പാടില്ല, അതിനുവേണ്ടി പൈസ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ കോടതി പോയി, അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇവർ ബാങ്കിനെ സമീപിച്ചപ്പോൾ, അല്ലെങ്കിൽ കളക്ടറെ സമീപിച്ചപ്പോൾ അവർ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ പിന്നെയും ഇവർ കോടതിയിലേക്ക് ഓടി എല്ലാ അക്കൗണ്ടുകളും നമുക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പ്രതിഭാഗങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗം കേൾക്കാതെ കോടതി പറഞ്ഞു, ആ മൂന്നാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് ബാങ്കുകളോട് പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡാസും എടുത്തിട്ട് ബാങ്ക് പോയാൽ എന്താണ് ഉണ്ടാവുക? അതിൽ ഒരു മാറ്റവും. നമ്മൾ ഒന്നാമത്തെ 22-ാം തീയതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ പോകാനുള്ള ചെലവിനും നിത്യച്ചെലവിനും ഒക്കെ ആയിട്ടുള്ള പൈസ അതിൽ നിന്ന് എടുക്കാം എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 29-ാം തീയതി വെക്കേഷൻ കോർട്ടിലും പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെയാണ്. അതിൽ നിന്ന് ആകെ ഒരു 2 ദിവസം നീട്ടിക്കിട്ടി എന്ന് മാത്രമാണ്. ക്രിസ്മസ് അവധി കൊണ്ട്, അല്ലെങ്കിൽ 24-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ 10 ദിവസത്തിൽ 2 ദിവസം പോയി സാർ, അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടി നീട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇവർക്ക് 2 ദിവസം കൂടി നീട്ടി 4-ാം തീയതി വരെ ഇവരുടെ 10 ദിവസം എന്നുള്ള ആ ഒരു ഇടക്കാല ആശ്വാസത്തിന്, അല്ലെങ്കിൽ കോടതി പോകാനുള്ള ചിലവിന് എടുക്കാനുള്ള, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ 2 തവണ കോടതി പോയല്ലോ, അപ്പോൾ ആ വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് മാത്രമേ അവർക്ക് പിൻവലിക്കാൻ പറ്റൂ. എന്താ കഥ! ഇപ്പോൾ കോടതി വക്കീലിനും ഇപ്പോൾ കടമായിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും കടമാണ്. പാർട്ട്ണർമാർക്ക് കടം, പാർട്ട്ണർ എന്താണല്ലേ, 10,000 കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് കിട്ടുന്ന വലിയ കമ്പനിയാണ്. എന്നിട്ട് ഇവരൊക്കെ എന്തെങ്കിലും പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു ഇൻഡാസ് ഉണ്ടോ? അതും ഇല്ലാതാനും. ഏത് നിമിഷവും ആ ആപ്പ് പിന്നെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവർക്ക് കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല.
എത്ര രൂപ ഉണ്ടായിക്കോട്ടെ, ആ ആപ്പ് ഇവർ ഡൗൺലോഡ് അവരെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവർക്ക് കാണിക്കാൻ ഒന്നുമില്ല. പൈസ കൊടുത്തതിനും വാങ്ങിയതിനും ഇപ്പോൾ കിട്ടാനതിനും എല്ലാം തന്നെ അതിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ ചില ആൾക്കാർ നമുക്കറിയാലോ, 2-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്നടക്കാരനെയും മറ്റേ അനിലക്കരയ്ക്കും പാലും വെള്ളത്തിൽ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നവരൊക്കെ മനസ്സിലായിക്കോളൂ, 2-ാം തീയതി ഒന്നും അതും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ MD തന്നെ ഇപ്പോൾ അവസാനം നിങ്ങളോടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഈ 2 കോടതി വിധി കൊണ്ട് ഒരു കാര്യമില്ല. ഇനി 8-ാം തീയതിത്തെ കോടതിയിൽ മാത്രമാണ് എന്തെങ്കിലും ഇടക്കാല ആശ്വാസത്തിനുള്ള വകയുള്ളത്. അപ്പോൾ 8-ാം തീയതി വരെ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങളോട് പങ്കുവെക്കാനുള്ളതും അതുതന്നെയാണ്. നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടാൻ സാധ്യതയില്ല. പേ ഔട്ട് കിട്ടണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് കാട്ടുന്നൊക്കെ ഓരോരുത്തരും വന്നിട്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ പൊടി പോലും ഇല്ല. എവിടെ പോയി? അവൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഇപ്പം അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അവന് ഉറപ്പായിരുന്നു ഇവർക്ക് പേ ഔട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ഓൺലി ആക്കിയിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, HROTTയിൽ നിങ്ങൾ നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് പൈസയുടെ ബാക്കി വല്ലതും കിട്ടണമെങ്കിൽ നിങ്ങൾ കേസിന് പോവുക എന്നത് മാത്രമാണ് ഈ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾബലം വേണം. ഇവരുടെ ലീഡർമാരുടെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള കഴിവ് വേണം. എന്നാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇപ്പോൾ ഒരുപാട് ലീഡർമാർ അവർ ചേർത്തവരുടെയൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, സെറ്റിൽ ചെയ്യുന്നുണ്ട്. പ്രശ്നക്കാരെയൊക്കെ ഇവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ വാലറ്റിലുള്ള പൈസ ഇവിടെ ലീഡർമാരുടെ അക്കൗണ്ടിലേക്ക് അയക്കുക. അപ്പോൾ അവരവിടെ നിന്ന് റെഡി ക്യാഷ് മണി തരും. അപ്പോൾ അതുപോലെ ആക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ പൈസ ഇല്ല, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ ചേർത്തവർ ആരാണോ അവർക്കെതിരെ കേസ് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ കുറച്ച് ആളെ കൂട്ടിയിട്ട് വീട്ടിൽ പോവുക. അപ്പോൾ അവർ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പൈസ തരാൻ നിർബന്ധിതരാവും. അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ലീഡർമാരെ പൈസ കൊടുത്ത് കേസുകൾ ഒതുക്കുന്നുണ്ട്, ഈ സംഭവങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലീഡർ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ തരാൻ സാധിക്കുമെന്നതാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പങ്കുവെക്കാൻ കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ചെറിയതാണെങ്കിലും നമുക്കറിയാലോ, അവർക്ക് എല്ലാം തന്നെ ഈ ഹൈ റിച്ചിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നിത്യ ചെലവിന് പോലും വകയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആഴ്ചയ്ക്ക് കിട്ടുന്ന ഈ പൈസ വെച്ചിട്ട് വേണം അവർക്ക് ജീവിതം തള്ളി നീക്കാൻ. കാരണം അവർ എല്ലാം തന്നെ ഇതിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ലോൺ എടുത്തിട്ടും ഉള്ളതും നുള്ളിയും പൊറുക്കിയും ഒക്കെ ഇതിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, നമുക്ക് 3 ഇരട്ടി പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെയാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അടുത്ത് തന്നെ മറ്റ് നടപടികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഈ ലീഡർമാർക്കെതിരെ, നമ്മുടെ കുരുവിളക്കെതിരെയും അല്ലെങ്കിൽ ശ്രീനക്കെതിരെയും പ്രതാപനെതിരെയും ഒക്കെ കേസ് കൊടുക്കുക എന്നാണ്. ബാധ്യതാ ലിസ്റ്റിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ബാധ്യതാ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ മാത്രമേ ഈ പിടിച്ചെടുക്കുന്ന പൈസയിൽ നിന്ന് നിങ്ങളുടെ ബാധ്യത തീർക്കാൻ കോടതിക്കും സാധിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ബൈ.